മന്ത്രിയോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. മന്ത്രി വന്നിട്ടും വന്ന് കണ്ടിട്ട് 3 മാസം ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പ് പണി പൂർത്തീകരിച്ച് വരുവാണ്. മന്ത്രിയോട് ഒരുപാട് സന്തോഷം. ഇതുപോലൊരു മന്ത്രി എക്കാലത്തും കാണണം, അതേ ഉള്ളൂ പറയാൻ. യാത്രക്കാരി എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമുണ്ട്. യുദ്ധാന അടിസ്ഥാനത്തിലാണ് ഇത് പണിഞ്ഞേക്കുന്നത്. അതിന് ഈ ഉദ്ഘാടന ദിവസം എൻ്റെ കണക്കാട്ട് ഒരു ഷാള് മന്ത്രിക്ക് കൊടുക്കാതിരിക്കുക. ഇത് കൊട്ടാരക്കര നഗരസഭയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. കഴിഞ്ഞ കൗൺസിൽ കാലത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിനാവശ്യമായുള്ള പ്രോജക്റ്റ് നഗരസഭ വെച്ചിരുന്നു. പല സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടപ്പോൾ അത് പെട്ടെന്ന് ചെയ്യുന്നതിനാവശ്യമായി കൊട്ടാരക്കരയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി എല്ലാ മേഖലയിലും ഇപ്പോൾ മാർക്കറ്റിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു. അതുപോലെ കൊട്ടാരക്കര ചന്തമുക്കിലെ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ സാംസ്കാരിക നിലയത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ബസ്സുകാർ കിടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ധനകാര്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഊരാളങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് പൂർത്തിയാകുമ്പോൾ എനിക്ക് തോന്നുന്നത് കൊട്ടാരക്കരയിൽ എങ്ങും ഈ കൊല്ലം ജില്ലയിൽ എങ്ങും ഇതുപോലൊരു ബസ് സ്റ്റാൻഡ് കാണത്തില്ല. 3 വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്നതിന് ഒരു പരിഹാരമായി. അത് പണിയുന്നതെല്ലാം നല്ല സൂപ്പറായിട്ടാണ്. മന്ത്രി വന്നിട്ടും വന്ന് കണ്ടിട്ട് 3 മാസം ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പ് പണി പൂർത്തീകരിച്ച് വരുവാണ്. 3 മാസം കൊണ്ട് അടിപൊളിയാക്കി. ഇനി എന്തായാലും ഇതിന്റെ ഉദ്ഘാടനം കൂടെ കഴിയുമ്പോഴത്തേക്കും കൊട്ടാരക്കര സ്റ്റാൻഡേ മാറും. പൊളിയാവും. മന്ത്രിയോട് ഒരുപാട് സന്തോഷം. ഇതുപോലൊരു മന്ത്രി എക്കാലത്തും കാണണം, അതേ ഉള്ളൂ പറയാൻ. ഇത്രയും നാൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു. എന്തായാലും നമ്മുടെ ബാലഗോപാൽ സാർ ഇടപെട്ട് ഇപ്പം എന്തായാലും നല്ല രീതിയിൽ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പൊളിഞ്ഞ് കിടന്നപ്പോഴാണ് പകുതി കച്ചവടം കുറഞ്ഞ. എന്താണെന്നോ ആരും നിൽക്കുന്നില്ല. ജീവനും കൊണ്ട് പോവുക, വെയിൽ കൊണ്ട് നിൽക്കാൻ ഒക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കച്ചവടക്കാർക്കായി സന്തോഷം ഇതിങ്ങനെ വന്നതിൽ. യുദ്ധാന അടിസ്ഥാനത്തിലാണ് ഇത് പണിഞ്ഞേക്കുന്നത്. അതിന് ഈ ഉദ്ഘാടന ദിവസം എൻ്റെ കണക്കാട്ട്, ഞങ്ങൾ വ്യാപാരിയുടെ കണക്കാട്ട്, ഞാനെന്ന് പറയുമ്പോൾ അങ്ങ് ഒറ്റപ്പെട്ടു പോകും. വ്യാപാരിയുടെ കണക്കാട്ട് ഒരു ഷാള് മന്ത്രിക്ക് കൊടുക്കാതിരിക്കുക. അടിപൊളിയായിട്ട് നമ്മളാരും ചിന്തിക്കാത്ത രീതിയിൽ. പൊതുജനത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വെയിൽ കൊണ്ട് അവിടെ ഇവിടെ മാറിയിരിക്കുക. എന്താ അറിയോ, ഈ വന്ന കാലത്ത് ആട്ടോ വിളിച്ച് പോകാൻ മാർഗ്ഗമില്ല. എപ്പോഴെങ്കിലും ഒരു വണ്ടി കാണത്തുള്ളൂ. അതെങ്ങനെ കിട്ടുമെന്നും പറഞ്ഞ് മാറിയിട്ട് വെയിൽ കൊണ്ടുകൊണ്ട് നിന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര അഭിനന്ദനം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടിപൊളിയാക്കിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണുള്ളത്. മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കിടന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും അടിപൊളിയാക്കി, വളരെ സന്തോഷം. ഞങ്ങൾക്കും വളരെ സന്തോഷം. ഇതെന്തായാലും മന്ത്രിക്കും ചെയ്ത എല്ലാവർക്കും ഞങ്ങൾക്കിടെ നന്ദിയുണ്ട്.